കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളെല്ലാം തന്നെ വെളിപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ തന്നെ മുമ്പ് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുടുംബമാണ് സ്വത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്നുള്ളൊരു ചൊല്ലുണ്ട്. കൃഷ്ണകുമാർ ഇപ്പോൾ കൊല്ലം കണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു പുതിയ ഇല്ലം സെറ്റപ്പ് ആക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇവിടെ കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി റെസ്പോൺസാണ്. ഭയങ്കര ഉപദേശിയാണ് ആൾ വീട്ടിൽ. പുള്ളിയാ കുറേയൊക്കെ ഉപദേശിക്കും, കുറച്ചൊക്കെ ഞങ്ങൾ കേൾക്കും. കാരണം ഇന്നലെ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ ഈ മുല്ലക്കൽ കടപ്പുറത്ത് പോയപ്പോഴേ അവിടുത്തെ ആളുകൾ പറയുന്നു, സാറിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആശ്വാസമാണെന്നാണ് പറയുന്നത്. നല്ല രീതിയിലാണ് സംസാരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഏതൊരു ടോപ്പിക്ക് കൊടുത്താലും നന്നായിട്ട് സംസാരിക്കും, കൺവിൻസിങ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഞങ്ങൾ അനുഭവിച്ചു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഒറ്റയടിക്ക് ഒരു വാക്കിൽ വീഴ്ത്തി കളഞ്ഞ ആളാണ്. അതാ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് പുള്ളി. എന്ത് തോന്നി ഇപ്പോൾ ഈ പ്രചരണമൊക്കെ? ഞാൻ അന്തം വിട്ടിരിക്കുവാണ്. കിച്ചു എങ്ങനെ ഇത്ര നന്നായിട്ട് സംസാരിച്ചു. കാരണം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ പ്രിപ്പയർഡ് അല്ല, എന്ത് സംസാരിക്കണം എന്ന് അറിഞ്ഞല്ലോ അവിടെ നിൽക്കുന്നത്. പക്ഷെ ആ സമയത്ത് എന്ത് അടിപൊളിയായിട്ടാണ് ജസ്റ്റ് ലൈക്ക് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. പുള്ളിക്ക് കൊടുത്ത സ്ക്രിപ്റ്റ്, പുള്ളിയുടെ ഡയലോഗ്സ് പുള്ളി അതുപോലെ പറയുന്ന രീതിയിലായിരുന്നു. പക്ഷേ അത് അടിപൊളി. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തില്ല, പക്ഷെ നന്നായിരുന്നു. കേട്ടവരെല്ലാവരും പറയുന്നത് മനസ്സെന്ന് പറയാണ്. സീരിയസ്ലി നമ്മൾ അത് ഭയങ്കര അത് അങ്ങനെ വന്നു. അപ്പോൾ കിച്ചുവിനോട് എന്നെ ഞാൻ പറയുന്നു, യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ്, കഥ എഴുതണം. നല്ല വാക്കുകൾ, കിച്ചുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും വളരെ നല്ല വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആരോട് സംസാരിക്കുമ്പോൾ ആരോടും ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്തൊരു മോശം വാക്കുകളല്ല സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യണം. അപ്പോൾ അത് വളരെ പോസിറ്റീവ് ആകുന്നുണ്ട്. ഇതുപോലെ സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ കൺട്രോൾഡ്. ആൻഡ് ഒരു ന്യൂസ് റീഡറൊക്കെ ആയിരുന്നതുകൊണ്ടും നടനായതുകൊണ്ടും ഭയങ്കര വോയിസ് മോഡുലേഷനാണ്. കേട്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. ഞാനും എൻജോയ് ചെയ്യാറുണ്ട് പുള്ളിയുടെ സ്പീച്ചസ്. ഇങ്ങനെ കേട്ടിട്ടാണോ കല്യാണത്തിലേക്ക്? ഇല്ല അതൊന്നുമല്ല. ആ സമയത്തൊന്നും ഇങ്ങനെയൊന്നുമല്ല, വേറെ രീതിയാണ്. അന്നൊരു പയ്യനായിരുന്നല്ലേ. ചോക്ലേറ്റ് പയ്യൻ. ഒരു പയ്യൻ. അന്നൊരു പയ്യനും ഞാൻ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയും. ഗുഡ് ലുക്സ്. ദിയയോട് ഒരു കാര്യം ചോദിക്കും. ദിയ, അച്ഛൻ ഏറ്റൊരു വെയിലിൻ്റെ കാഠിന്യം ഇന്നൊരു 5 മിനിറ്റ് കൊണ്ട് ദിയ അനുഭവിച്ചിട്ടുണ്ടോ? അതെ. അത് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ആ ഒരു അച്ഛൻ്റെ കൂടെ ഞാൻ പണ്ട് ക്യാമ്പയിനിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷെ അത് മറ്റേ ഷെഡൊക്കെ ഉള്ളൊരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയതാണ്. കവേർഡ് വണ്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറേ നാളായി ഇങ്ങനെ മണ്ടയിൽ വെയിലടിച്ച് ഇങ്ങനെ നടന്നിട്ട് സത്യം പറഞ്ഞാൽ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ നടന്ന് പൊക്കോണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സൺ അലർജി ഉള്ള ആളാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ സൺബേണൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ ചിരിച്ച് കൂളായിട്ട് അങ്ങ് നടക്കുന്നു. അപ്പോൾ അമ്മയെ നോക്കിയപ്പോൾ അമ്മ വീർക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും കൂളായിട്ട് നടന്നു. പക്ഷെ ഞാൻ അതെല്ലാം ശ്രദ്ധിക്കാതെ എൻ്റെ മുമ്പിൽ എൻ്റെ മുട്ടിൻ്റെ അകത്തുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി കോൺഫിഡൻ്റ് ആയിട്ട് ചിരിച്ച് ഒരു താമരയും കൊണ്ട് മുന്നോട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ആ കുട്ടി ഇത്രയും സ്ട്രെങ്ത്തോടെ നടന്നു. എന്നിട്ട് ഞാനിങ്ങനെ ആ കുട്ടി അങ്ങനെ ഞാൻ തോളത്തിന് കൈ വിട്ട് ഞാൻ അങ്ങ് നടന്നു. അപ്പോൾ എനിക്ക് പിടിയിട്ട് ഇഫ് ദറ്റ് സ്മോൾ ബോയ് ക്യാൻ ഡു, ഐ ക്യാൻ ഓൾസോ ഡു. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലായതിലേക്ക് ഇതിൻ്റെ പിന്നിൽ അച്ഛനും മാത്രമല്ല, ഇതിനകത്ത് എല്ലാ കാൻഡിഡേറ്റ്സും എല്ലാവർക്കും അവരുടെ പിന്നാലെ ഇതുപോലെ ഒരുപാട് എഫേർട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തുമാത്രം എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിൽ ഇടുന്നതെന്നുള്ളത് എനിക്ക് ഇന്ന് അവിടെ നിന്നപ്പോഴാണ്. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിൽ കൊല്ലമാണ്. കൊല്ലം. അതെ. അല്ല, അതിപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് ഡ്രൈവിങ്ങിനായിട്ട് ചേട്ടൻ ഉണ്ട്, അരുൺ ചേട്ടൻ. പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ കാറിൽ ഇങ്ങനെ കയറി ഇരുന്നപ്പോൾ ഞാൻ പറയുന്നു, വല്ലാത്തൊരു ചൂടല്ലേ വെളിയിലും. പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ വൺ ഓഫ് ദ ഏറ്റവും ചൂടുള്ള സ്ഥലത്താണ് ഇപ്പോൾ നടന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ അവിടെയാണല്ലോ ഇവരെല്ലാവരും ഇത്രയും, അതും എല്ലാവരുടെയും മുഖത്തൊരു ചിരിയോടെയാണ് ആ ക്യാമ്പയിൻ എല്ലാവരും നടക്കുന്നത്. അതാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആയ ഒരു കാര്യം. കാരണം പണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു ട്രിവാൻഡ്രത്തെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ അവിടെയും അഫ്കോഴ്സ് ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടത്തേക്കാൾ കൂടുതൽ എല്ലാവർക്കും കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ഉന്മേഷം അത് ഇവിടെ കണ്ടു ഇന്ന്. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി ടു സീ. അപ്പോൾ അതെ, അതുപോലെ എനിക്കൊന്ന് വീഡിയോസിൽ അത് എൻ്റെ മുഖത്ത് കാണാനുണ്ട്. ഐ വാസ് വെരി ഹാപ്പി. എല്ലാവരെയും കണ്ടു, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ആ ഒരു ക്യാമ്പയിനിൽ വന്നത്. അച്ഛനായിട്ട് ഈ വെയിലിന് റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം അഫ്കോഴ്സ് എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ എഫേർട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ അച്ഛൻ ജയിക്കണം, നമുക്ക് നാടിന് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് കാണണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ജയിക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്നു. അച്ഛൻ പറഞ്ഞ ഒരു കാര്യങ്ങളിലെ അച്ഛൻ പറഞ്ഞത്, ഞാൻ ഇത്തവണ എൻ്റെ ആശയങ്ങൾ മൊത്തം യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള, യുവാക്കളിൽ നിന്ന് എടുക്കുന്ന ആശയങ്ങളാണ് കൂടുതലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ 4 യുവാക്കളുണ്ട്. അവർ ഇടം വലം പിന്നിലും മുന്നിലും ഒക്കെ അത്രത്തോളം ആശയങ്ങൾ അച്ഛന് കൈമാറാറ്.
ഓഫ് കോഴ്സ് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ വേണ്ടത്, ഈസി ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്. എല്ലാ യൂത്തിനും നമുക്ക് എല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഡെവലപ്മെന്റ്. ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നേക്കുന്ന പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പം നമ്മുടെ ഇന്ത്യനെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആക്കി മാറ്റിയത് തന്നെ. ബീസ് നമ്മളിപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കൺട്രീസിൽ വൺ ഓഫ് ദ കൺട്രിയാണ് ഇന്ത്യ. അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീ ബീങ് എ യൂത്ത്, എനിക്കിതുപോലെ ഡെവലപ്മെൻറ്റ് ഇനിയും ഒരുപാട് ഇന്ത്യയിൽ കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നാൽ ഐ എം പ്രിറ്റി ഷുവർ നമുക്ക് ഇവിടെ കേരളത്തിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് ബാക്കി ഇന്ത്യ ഒട്ടേക്കെ കാണുന്ന പോലെ നമുക്കിവിടെ കാണാൻ കഴിയും. അച്ഛൻ എന്തെങ്കിലും ഒരു ഐഡിയ കൊടുക്കാറുണ്ട്, അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഇതിലേക്ക് എത്താം, അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾ ആ ഏരിയയിൽ പോയിട്ട് യൂത്തിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മുമ്പ് കൊല്ലത്തെക്കുറിച്ചൊന്ന് പഠിക്കുകയോ അങ്ങനെ നെറ്റിൽ റിസർച്ച് ചെയ്തതിന് ശേഷം അച്ഛന് കൈമാറിയിട്ടുണ്ട്? അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടയ്ക്ക് ഇവർ പറയും, അപ്പം ഇവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അച്ഛാ ഇതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമുക്ക് അതിനകത്ത് വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ഓക്കെ IT-യുമായി ബന്ധപ്പെട്ട് ഇന്നൊരാളുണ്ട്, അപ്പോൾ ഞാൻ അവരുടെ മെയിൽ ID മറ്റേ ഇവർക്ക് നേരിട്ട് IT-യായിട്ട് ബന്ധം ഇവരുടെ കൂട്ടുകാർക്കായിരിക്കും. അപ്പോൾ അവർ പറയുന്നു ഇന്ന മേഖലകളിൽ ഇന്ന പോരായ്മകളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ എടുത്തു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചിട്ട് നമ്മൾ അയപ്പിക്കും. എന്നിട്ടൊരു വിളിച്ച് പറഞ്ഞേക്കും. കാരണം ആ കാര്യം നടന്നു കിട്ടിയാൽ നമ്മുടെമായി ബന്ധപ്പെട്ടതായിരിക്കില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് അത് നമ്മളറിയാതെ കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളാണത് കണ്ടെത്തി ഇവിടുത്തെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പല ആശയങ്ങളും ഇവരുടെ കൂട്ടുകാരെ വന്ന് പറയുന്നത്. ഈ കൊല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട, കൊല്ലം ഇഷ്ടമാണ്. ഞാൻ കൊല്ലത്തതിന് മുന്നേ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് ചില പ്രൊമോഷൻ്റെ ആവശ്യങ്ങളായിട്ട് ഇവിടുത്തെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് കൊല്ലം പൊതുവേ ഇഷ്ടമാണ്. എന്താ പറയുക, ഒരു സ്മോൾ ക്യൂട്ട് സിറ്റി എന്ന് പറയത്തില്ല, അതുപോലെ ഇവിടെ കാണാനുള്ള എല്ലാം ഒരു കുഞ്ഞ് ഏരിയക്കകത്ത് തന്നെ ഉണ്ട്. പുനലൂർ തെന്മലയൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. അതിന് ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞൊരു കാര്യം, അമ്മ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറയായിരുന്നു, ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, ലൈക്ക് ഭയങ്കര വെൽ ബിഹേവ്ഡ് ആണ്, എല്ലാവരും ഇത് നല്ലപോലെ നമ്മളോട് സംസാരിക്കുന്നത്, ഭയങ്കര സ്നേഹം. അത് എനിക്കും ഫീൽ ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ വഴിയിൽ ഇപ്പോൾ ക്യാമ്പയിന് പോയപ്പോൾ തന്നെ ഞാൻ അവിടെയും കളക്ടറേറ്റിലൊക്കെ ഒരുപാട് പേരോട് സംസാരിച്ചായിരുന്നു. അതിൽ ഓരോരുത്തരും നമ്മളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, അയ്യോ നമ്മളോട് ഇത്രയും സ്നേഹമുണ്ടോ ഇവർക്ക്, ആ ഒരു രീതിയിൽ ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ആ ഒരു അത്രയ്ക്കും വെൽ മാനേർഡായിട്ടാണ് എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വത്തുവകകൾ കുടുംബം തന്നെയാണ് സ്വത്തെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇന്ന് കളക്ടർ അടുത്ത് സംസാരിച്ചത്? അല്ല, അവിടെ പിന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളാണ് സംസാരിച്ചത്. ഓഫ് കോഴ്സ് അദ്ദേഹം ഒരു മിനിറ്റോളം എന്നാലും പേഴ്സണലി സംസാരിച്ചു കുടുംബത്തെ പറ്റി. അപ്പോൾ ഞാനേ അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹം ഞാനിങ്ങനെ പരിചയപ്പെടുത്തി ഭാര്യയും രണ്ടാമത്തോളം എവറിബഡി, എല്ലാവരെയും ഐ നോ എവറിബഡി ബിക്കോസ് ഐ എം ഓൾസോ ഫോളോയിങ് എവറിബഡി. എൻ്റെ വീട്ടിൽ പോലും അവരും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതെനിക്ക് വീണ്ടും ഒരു സന്തോഷമായി. കാരണം ഇത്രയും തിരക്ക്, കാരണം നമ്മളെക്കാളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, തിരക്കുള്ളവരാണ്, അവരും കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ കുടുംബത്തിനെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു നിമിഷമായിരുന്നു. എങ്ങനെ തോന്നുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണത്തിന് ഇവിടെ ഉണ്ടാവും? പറ്റുന്ന ദിവസമൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും വരും, വിത്ത് ഫാമിലി. എനിവേ നല്ലൊരു വിജയം ആശംസിക്കുന്നു. കൊല്ലത്തോടൊപ്പം തന്നെ കൊല്ലത്തൊരു ഇല്ലം കെട്ടി കൊല്ലത്തുണ്ടാകുമെന്നാണ് കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശിയ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.